ഒരു ചെറുപുഷ്പത്തിൽ നിന്ന് പോലും വലിയ അത്ഭുതങ്ങൾ കണ്ടെത്താൻ ഒരുവന്റെ ജീവിതം പോലും മാറ്റിമറിക്കാൻ അതിന് കഴിഞ്ഞേക്കും. വിഷമങ്ങൾ നേരിടുമ്പോൾ ക്ഷമയാണ് ധീരത. നിരാശയുടെ ഇരുൾമുറിയിൽ തളർന്നിരിക്കാതെ പ്രതീക്ഷയുടെ വെളിച്ചത്തിലേക്ക് മനസ്സിനെ ജയിക്കുക. നിങ്ങൾ ഒരാളെ സ്നേഹിക്കുമ്പോൾ അയാൾക്ക് നൽകാനുള്ള ഏറ്റവും നല്ല വാഗ്ദാനം നിങ്ങളുടെ സാന്നിധ്യമാണ്. വാക്കുകൾ നുണയായിരിക്കാം, പക്ഷേ പ്രവൃത്തികൾ സത്യം വിളിച്ചു പറയും. സന്തോഷം നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു. ഒരു മനുഷ്യന് 3 ഭാഷകൾ ഉണ്ടായിരിക്കണം. ഒന്ന് അയാൾക്ക് അടുപ്പമുള്ളവരോട് സംസാരിക്കുന്നത്, മറ്റൊന്ന് കാണുന്നവരോട് സംസാരിക്കുന്നത്, വേറൊന്ന് സ്വയം സംസാരിക്കുന്നത്. എല്ലാ ബലഹീനതകളും വലിച്ചെറിയുക. ശരീരം ശക്തമാണെന്ന് നിങ്ങളുടെ ശരീരത്തോട് പറയുക. നിങ്ങളുടെ മനസ്സിനോട് പറയുക അത് ശക്തമാണെന്ന്. ഒപ്പം അതിരുകളില്ലാത്ത വിശ്വാസവും പ്രതീക്ഷയും എന്നിൽ ആവാഹിക്കുക, അർപ്പിക്കുക. എന്നാൽ നിങ്ങളെ പരാജയപ്പെടുത്താൻ ഒന്നിനുമാകില്ല. ജീവിതത്തിൽ റിസ്ക് എടുക്കുക. നിങ്ങൾ വിജയിക്കുക. നിങ്ങൾ വിജയിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നയിക്കാനാകും. നേരെമറിച്ച് നിങ്ങൾ തോൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവരെ വഴികാട്ടാനാകും. നേരിടാൻ ആവില്ലെന്ന് കരുതിയതിനെ നേരിടാൻ പഠിപ്പിച്ചതിനും മറക്കില്ല എന്ന് കരുതിയതിനെ മറക്കാൻ പഠിപ്പിച്ചതിനും ഒറ്റ പേര് സാഹചര്യം. തനിച്ചാവും എന്ന ഭയത്താൽ സ്നേഹം യാചിച്ചു വാങ്ങാതിരിക്കുക. സ്നേഹിക്കാനും പരിഗണിക്കാനും നിങ്ങൾക്ക് നിങ്ങളോളം പോന്നൊരു കൂട്ട് അസാധ്യമാണ്. നിനക്കായി ദൈവം ഒരു സമയം കരുതിയിട്ടുണ്ട് എന്ന് നിന്റെ ഹൃദയം സന്തോഷത്താൽ നിറയും. നീ ആഗ്രഹിക്കുന്നതിലും അപ്പുറം ദൈവം നിനക്കായി തരും. എവിടെയൊക്കെയോ നീ തോറ്റു എന്ന് കരുതി നീ വിഷമിക്കേണ്ട. കറുത്ത കൽക്കരിക്ക് വെട്ടിത്തിളങ്ങുന്ന ഒരു സമയമുണ്ട്. 2 തരത്തിലുള്ള പാപങ്ങളും ചെയ്യാതിരിക്കുക. നിങ്ങൾ നല്ല കർമ്മങ്ങൾ മാത്രം ചെയ്യുക. നിങ്ങളുടെ സ്വന്തം മനസ്സിനെ നിർമ്മലമാക്കുക. അപ്പോൾ സമാധാനമുണ്ടാകും. ഉയരങ്ങൾ കീഴടക്കാൻ കഴിയും. ആത്മവിശ്വാസം ഉയർന്നു വരും. അതുകൊണ്ട് തന്നെ പാപങ്ങൾ ചെയ്യാതെ നല്ല കർമ്മങ്ങൾ മാത്രം ചെയ്യുക. എന്നിട്ട് നമ്മുടെ മനസ്സിനെ ശാന്തമാക്കുകയും നിർമ്മലമാക്കുകയും ചെയ്യുക. ഒരിക്കൽ നമുക്ക് കിട്ടിയ സത്യസന്ധമായ സ്നേഹം, നിഷ്കളങ്കമായ സ്നേഹം നമ്മുടെ ബുദ്ധി മറന്നു പോയാലും ഹൃദയം മറന്നു പോകില്ല. നിസ്സാര കാര്യങ്ങൾക്ക് പോലും കണ്ണു നിറയുന്നവരെയും വാശി കാണിക്കുന്നവരെയും മോശമാണെന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തരുത്. സത്യത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹവും കരുണയും ഉള്ളവർ അവരാണ്. എന്താണ് വിജയം? നിങ്ങളുടെ മനസ്സിനോടും ആത്മാവിനോടും കൂടി സമാധാനത്തോടു കൂടി രാത്രി ഉറങ്ങാൻ കഴിയുന്നതാണ്. പരസ്പരം കേൾക്കാനുള്ള ക്ഷമയും സമയവും ഉണ്ടാകുമ്പോഴാണ് ജീവിതത്തിലെ എല്ലാ ബന്ധങ്ങളും മനോഹരമാകുന്നത്. മൂഢന്മാർ പാതി നിറഞ്ഞ പാത്രം പോലെ ശബ്ദമുണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അറിവുള്ളവർ നിറഞ്ഞ തടാകം പോലെ നിശബ്ദനായിരിക്കും. അറിവിനേക്കാൾ മഹത്തരമാണ് മനസ്സിലാക്കൽ. നിങ്ങളെക്കുറിച്ച് അറിഞ്ഞവർ ഏറെ ഉണ്ടാവും, മനസ്സിലാക്കിയവർ അപൂർവവും. അസൂയാലുക്കളായ ആളുകളെ വെറുക്കരുത്. അവർ അസൂയപ്പെടുന്നതിൻ്റെ കാരണം നിങ്ങൾ അവരിൽ നിന്നും കൂടുതൽ മെച്ചപ്പെട്ടവരാണെന്ന് അവർ ചിന്തിക്കുന്നത് കൊണ്ടാണ്. ഏതിനോട് നിങ്ങൾ ഒട്ടിച്ചേരുന്നുവോ അതേ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നുള്ളൂ. എല്ലാത്തിൽ നിന്നും അല്പം അകൽച്ച നല്ലതാണ്. അത് ആരെയും വേദനിപ്പിക്കാൻ വേണ്ടിയല്ല, നമ്മൾ സ്വയം വേദനിക്കാതെ ഇരിക്കാൻ, നമ്മൾക്ക് വേദനയില്ലാതെ ജീവിക്കാൻ വേണ്ടി. 2 തരം മനുഷ്യരുണ്ടാകും നമ്മുടെയൊക്കെ ജീവിതത്തിൽ. ഒന്ന്, അവർ കടന്നു വന്നതുകൊണ്ട് ജീവിതം കൂടുതൽ ഭംഗിയുള്ള ആക്കിയവർ. 2, ജീവിതത്തിൻ്റെ തന്നെ ഭംഗി കുറച്ചവർ. അവർ മറ്റൊരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ആദ്യത്തരം ആളാകാൻ നമുക്ക് പറ്റിയില്ലെങ്കിലും രണ്ടാമത്തെ മനുഷ്യനാവാതിരിക്കുക. സ്നേഹമില്ലാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരിക്കലും നിങ്ങൾ ശ്രമിക്കരുത്. ഇന്ന് ഹൃദയം ഒരു മരുഭൂമിയാക്കി മാറ്റിയാൽ അവിടെ മുൾച്ചെടികൾ തഴച്ചു വളരും. അടുക്കുന്നവരെയൊക്കെ ആ മുള്ളുകൾ മുറിവേൽപ്പിക്കും.
ക്രമേണ ആരും അടുക്കാതെയാവും. അതുകൊണ്ട് തന്നെ ഹൃദയം ഒരു മരുഭൂമിയാക്കാതെ അവിടെ സ്നേഹം നട്ടുവളർത്തുക. ഒരാളുടെ മനസ്സ് അറിയണമെങ്കിൽ അവരുടെ വാക്കുകൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്കവരുടെ ഹൃദയം അറിയണമെങ്കിൽ അവരുടെ പ്രവൃത്തികൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്കുണ്ടാകുന്ന തെറ്റുകൾ തിരുത്തുക. നിങ്ങളോട് ഉണ്ടാകുന്ന തെറ്റിദ്ധാരണകളെ തിരുത്തേണ്ട ആവശ്യമില്ല. കൊഴിഞ്ഞെന്നു കരുതി ഒരു മരവും വീണ ചരിത്രമില്ല. അറിവിനു ശേഷം അഹങ്കാരം ജനിച്ചാൽ ആ അറിവ് വിഷമാണ്. എന്നാൽ അറിവിന് ശേഷം വിനയമാണ് ജനിക്കുന്നതെങ്കിൽ ആ അറിവ് ഒരു അമൃതമാണ്. നമ്മെ രക്ഷിക്കാൻ നമുക്കല്ലാതെ മറ്റാർക്കും കഴിയില്ല എന്ന് മനസ്സിലാക്കുക. നമ്മൾ നടക്കേണ്ട ദൂരം നടന്നു തീർക്കേണ്ടത് നമ്മൾ തന്നെയാണെന്നും മനസ്സിലാക്കുക. ഒരു വാക്കിൽ ആശ്വാസം തരുന്നവർ, ഒരു പുഞ്ചിരിയിൽ വേദനകൾ അകറ്റുന്നവർ, ഒറ്റപ്പെടലുകളിൽ ചേർത്തു നിർത്തുന്നവർ, ഒന്നും പ്രതീക്ഷിക്കാതെ സ്നേഹിക്കുന്നവർ, ഇങ്ങനെയുള്ള ചില മനുഷ്യരുള്ളത് കൊണ്ടാണ് ഓരോ ജീവിതവും സുന്ദരമാകുന്നത്. ഇതെല്ലാം ഒരാളിൽ നിന്നു തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നുവെങ്കിൽ നിങ്ങൾ വളരെയധികം ഭാഗ്യവാന്മാരാണ്. അവരെ നഷ്ടപ്പെടുത്താതിരിക്കുക. ആരോടും പറയാത്ത കാര്യങ്ങൾ വരെ ചിലരോട് പറയുന്നത് നമുക്കവരെ ഇഷ്ടമുള്ളതുകൊണ്ട് മാത്രമല്ല, മറ്റാരെക്കാളും നമ്മളെ അവർ മനസ്സിലാക്കും എന്ന് കരുതിക്കൂടിയിട്ടാണ്. കാത്തുനിൽക്കാൻ എന്തെങ്കിലുമൊന്ന് ഉണ്ടാവുമ്പോൾ മറ്റെല്ലാം മറക്കാനാകുന്നു എന്നത് വാസ്തവമാണ്. അതുകൊണ്ട് തന്നെ വന്ന വഴി മറക്കാതെ ജീവിക്കുക. ഓരോ സ്ത്രീകൾക്കും 2 പുരുഷന്മാരെ വേണം. ഒരാളെ വിവാഹം കഴിക്കാനും മറ്റൊരാളെ താരതമ്യം ചെയ്യാനും എന്ന് പഠനങ്ങൾ പറയുന്നു. യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയുമ്പോൾ മാത്രമേ പലരും അണിഞ്ഞിരിക്കുന്ന യഥാർത്ഥ മുഖംമൂടി നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ. സ്വന്തം കാര്യത്തിന് വേണ്ടി മാത്രം അടുപ്പം കാണിക്കുന്നവരെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ അതൊരു പരാജയം തന്നെയാണ്. തൻ്റെ മുൻപിൽ മധുരമായി സംസാരിക്കുകയും അല്ലാത്തപ്പോൾ തനിക്കെതിരെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന സുഹൃത്തുക്കളെ ഒഴിവാക്കണം. അവർ മുകളിൽ മാത്രം പാൽ ഉള്ള വിഷക്കുംഭം പോലെയാണ്. വാക്കുകൊടുക്കലല്ല, മറിച്ച് ചെയ്തു കൊടുക്കലാണ് മനുഷ്യത്വം. അതിന് ചിലർക്കേ കഴിയൂ. വാക്ക് കൊടുക്കാൻ എല്ലാവർക്കും കഴിയും. വാക്ക് പ്രവർത്തിക്കാനാണ് ബുദ്ധിമുട്ട്. അതുകൊണ്ട് തന്നെ പ്രവർത്തിക്കും എന്ന് ഉറപ്പുള്ള വാക്കുകൾ മാത്രം കൊടുക്കുക. അല്ലെങ്കിൽ കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. ഒരാൾ പറഞ്ഞതായാലും മറ്റൊരാൾ പറഞ്ഞതായാലും ഗ്രന്ഥങ്ങളിൽ നിന്ന് വായിച്ചറിഞ്ഞതായാലും നിങ്ങളുടെ സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്തതൊന്നും സ്വീകരിക്കാതിരിക്കുക. നല്ലൊരു വ്യക്തിയാവുക. അത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തി സമയം കളയേണ്ട ആവശ്യമില്ല. അതിരുകളില്ലാത്ത ശക്തമായ സ്നേഹത്തിൻ്റെ സ്വരം എപ്പോഴും ദേഷ്യമായിരിക്കും. അതിനെ അറിയാൻ ശ്രമിക്കുമ്പോഴാണ് ബന്ധങ്ങൾ അത്രമേൽ മനോഹരമാകുന്നത്. മറ്റുള്ളവരെ സഹായിക്കുക. അതിന് നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ അവരെ ഉപദ്രവിക്കാതിരിക്കുകയെങ്കിലും ചെയ്യുക. പല മുഖങ്ങളുള്ള ഒരാളെ കാണുമ്പോൾ നമ്മൾ മുഖം കറുപ്പിക്കുന്നതിൽ തെറ്റില്ല.